മായം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഒരുവിധപ്പെട്ട കമ്മിറ്റിയെല്ലാം തീരുമാനമായി അല്ലേ? ഇനി തീരുമാനമാകാത്തത് ഫുഡ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി. അല്ല, അതിപ്പം ആലോചിക്കാവുന്നില്ല സാറേ. ഇപ്പൊ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിന് ഫുഡ് കമ്മിറ്റി ഞങ്ങളുടെ യൂണിയൻ ആയിരുന്നല്ലോ, എല്ലാം നല്ല അന്തസ്സായിട്ട് നടത്തിയത്. അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ. ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരാൾക്ക് നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് രണ്ട് തവണയായിട്ട് തന്നെ ഇത് തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉപജില്ല കലോത്സവം നടന്നത് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാ ഫുഡിന്റെ ഇൻചാർജ് ഇവരാണ് ഏറ്റെടുത്തത്. ഈ പ്രാവശ്യം അത് ഇവരുടെ സ്കൂളിൽ വെച്ച് നടത്തുമ്പോ ഫുഡിന്റെ ഇൻചാർജ് ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അത് ഭംഗിയായി. അല്ല, എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ സംഗതി ഞങ്ങൾ ഇപ്പോൾ അവരുടെ സ്കൂളിൽ വെച്ച് നടത്തിയപ്പോൾ നമ്മൾ തന്നെയാണ് ഫുഡിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ സ്പോട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പൊ ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പരിസരത്തുള്ള ആളുകൾക്ക് ഇത് സംഘടിപ്പിക്കാൻ പറ്റുന്ന മാതിരി വേറെ ആർക്കും പറ്റൂല. ഇപ്പൊ ഉപജില്ലാ കലോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിന്റെ അണ്ടറിൽ നടക്കണമെന്നല്ല, അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അതിന് പങ്കാളിത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു സ്കൂളിൽ അവർക്ക് മാത്രമേ അതൊക്കെ ഈ പ്രാവശ്യം അവർക്ക് കൊടുത്തുവെങ്കിൽ ഇപ്രാവശ്യം അന്തസ്സായിട്ട് ഞങ്ങൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ ഒരു കുട്ടികൾ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേ, നമ്മളെല്ലാം അധ്യാപകരല്ലേ, എന്താ ഇങ്ങനെ? അതെ സാറേ, കഴിഞ്ഞ പ്രാവശ്യം പക്ഷഭേദം കാണിച്ചില്ല എന്ന് പറയരുത്. ഇവരുടെ യൂണിയനിലെ പെട്ടവർക്കൊക്കെ ടോക്കൺ കൊടുക്കും, ഇവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ ആവശ്യക്കാർക്ക് തുണ്ട് ഇല്ലാതെ വന്നിട്ട് ഞാൻ 4 പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ. യൂണിയന് കണ്ണായ എല്ലാ കമ്മിറ്റിയും വേണമെന്ന് പറഞ്ഞിട്ടാ വന്നേക്കണം. അത് ഞങ്ങൾ അനുവദിക്കാൻ പോണില്ല. ഇത്തവണ ഫുഡിന്റെ ചുമതല ഞങ്ങൾക്ക് കിട്ടണം. ആദ്യം തന്നെ നിങ്ങൾ തമ്മിലൊരു സമവായം വേണം. ഒരു സമവായവും സാറേ, ഒറ്റ കാര്യം ചെയ്യാം, നമുക്ക് നടക്കിടാം. എന്നാ പിന്നെ പരാതി തീരുമല്ലോ. അതിൽ അഭിപ്രായ വ്യത്യാസം പറ്റില്ല. വേണമെങ്കിൽ അങ്ങോട്ട് ടോസ് ഇടാം. ടോസ് ഇട്ടാൽ മതി. ടോസ് മതി. പൈസ തരാം. ഒറ്റ രൂപയില്ലാതെ വന്നാണ് ടോസ് ഇടാൻ. ഒരു 5 ഉറുപ്പ്യ കൊടുത്തു. 1 ഉറുപ്പ്യൊക്കെ മതി. അതിന്റെ അകത്ത് ചാപ്പയും പുള്ളിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഹെഡ് അത് പറ്റൂല. ഞങ്ങൾക്ക് കീരി വാങ്ങുമ്പോൾ മാത്രമല്ലല്ലോ, അപ്പുറം ഇപ്പുറം. അല്ല, അതെ, ഹെഡ് ബിൽ കൊടുത്തോളൂ. സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ തല കൊടുത്തോ ഓട്ടെ. എന്താ കറങ്ങണില്ലല്ലോ ഇങ്ങനെ വെച്ചിട്ട് സാറേ, ഇങ്ങനെ സാറേ. ഞാൻ ചെയ്തുതരാം. സാറിന് നേക്കില്ലേറ്റ്. അപ്പൊ ശരി കേട്ടോ. ഇടുകയാണേ. നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഗതി ഉണ്ടാവണേ. അപ്പോ ഈ പ്രാവശ്യം ഫുഡ് കമ്മിറ്റി കോയക്കാണ്. ആയിക്കോട്ടെ, എത്ര വന്നാലും പടച്ചോനൊക്കെ അറിയാം. അപ്പൊ പ്രോഗ്രാം കമ്മിറ്റി പഴയ പോലെ തന്നെ നിങ്ങൾ. അതെ, കലാകാരന്മാർക്കേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശരി. അല്ല സാറേ, ഒരു സംശയം, കറക്കിയ കോയിനൊന്ന് കാണാൻ പറ്റുമോ? അല്ല, അതിന്റെ 2 സൈഡും ടൈലാണോന്ന് അറിയാനാ. നോക്കിങ്ങള് ഇങ്ങനെ ഒരു സംശയം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കൂപ്പൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാവശ്യം ഫുഡ് ഞങ്ങൾ തരും. ആ പ്രോഗ്രാം നല്ലതായിട്ട് നടത്താൻ നോക്കാം. പ്രോഗ്രാം കമ്മിറ്റി തമാശ ഒന്നും ആലോചിച്ചില്ല. 2 വർഷം ഒന്നാണോ അത് പല സംശയമായിട്ടാണ്. ഒരു അന്തം കൊണ്ടില്ലാത്ത ഏയ്യോ അയാൾ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ കിട്ടി. അപ്പൊ എല്ലാം പറഞ്ഞാലോ. ശരി, സന്തോഷം. അപ്പോ
അത് അപ്പൊ 2 ദിവസത്തേക്കുള്ള പച്ചക്കറി ഓക്കെ ആയി. അത് സ്തുതി മാസം അവിടെ ഒന്ന് കയറിയല്ലേ? ആ സുനിമാഷിന്റെ അടുത്ത് അത് രഞ്ജിത്ത് മാഷല്ലേ നമ്മളെ സ്കൂളിലെ രഞ്ജിത്ത് മാഷേ, രഞ്ജിത്ത് മാഷ മാഷേ. കള്ള പോഹേ ഇവിടെ സ്കൂളിൽ അറിയാതെ ഇവിടെ സ്പെഷ്യൽ ട്യൂഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പരുണ്ട് ഇവിടെ. ആ അതല്ലേ മിക്കവാറും സ്കൂളിൽ കാണാത്ത അതല്ലേ. മാഷ സ്തുതി മാഷ കാണാം. സുഭാഷ നമസ്കാരം. എന്താ സ്തുതി മാഷ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് തോന്നി. ഭയങ്കര അഭിപ്രായമാണല്ലോ ട്യൂട്ടോർ ഇവിടുത്തെ ട്യൂഷന്. ഈ ഇപ്രാവശ്യം വന്ന കുട്ടികളൊക്കെ നല്ല മക്കളാണ്. എല്ലാവരും നല്ലോണം പഠിക്കും. വലിയ മെനക്കേടില്ല. എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇപ്പൊ ഒരു 100-150 അതുണ്ട്. പിന്നെ ഈ എക്സലന്റിനെ പറ്റി നല്ല പേരാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് കോഴിക്കോട് പോയപ്പോ അവിടെ വെച്ചിട്ടൊരു ചങ്ങാതി എക്സലന്റിനെ കുറിച്ച് പറഞ്ഞു. അതെ കോഴിക്കോടൊക്കെ അറിയോ? പിന്നെ എക്സലന്റ് എന്നാണല്ലോ പേര്. പക്ഷെ ഞങ്ങള് ഒരു ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കണം. ആ ഇപ്രാവശ്യം നമ്മുടെ സബ് ജില്ലാ സ്കൂൾ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കണത്. ഓ അറിഞ്ഞു. അറിഞ്ഞല്ലോ. അറിയില്ലോ. അതെ, ഒരു 10-14 കൊല്ലത്തിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഫുഡിന്റെ ചുമതല ഞങ്ങളാണ്. വേറെ പല ബൈക്കിന്ന് കുട്ടികൾ വരുന്നല്ലേ? 10,000 കുട്ടികൾ പങ്കെടുക്കണതാണ്. കുട്ടികൾക്ക് ഒരു കുറവ് വരാൻ പാടില്ല. ഭക്ഷണം നല്ലത് കൊടുക്കണം. വയറിന് കേട് വരാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അതെ. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസം സദ്യയാണ് കൊടുക്കണത്. അത് ശരി. അപ്പോ ഈ സദ്യയുടെ പച്ചക്കറി ബാക്കി കാര്യങ്ങളൊക്കെ സ്പോൺസറായി. ഫിനിക്സ് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടല്ലോ, മോഹൻ സാർ അതെ. മോഹൻ സാറ് സദ്യയുടെ കൂടെയുള്ള പായസം, അതായത് ഈ വെർമസിലി പായസം ആള് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ നമുക്ക് 2ാം ദിവസം കുട്ടികൾക്ക് നമുക്കൊരു പാലട പായസം കൊടുത്താലോ എന്നൊരു ആലോചന. കൊടുക്കണം. അപ്പൊ അത് നമ്മളെ എക്സലന്റ് ട്യൂട്ടോറിയുടെ കാര്യം ഇതെന്ന് ഭാഗത്തുനിന്ന് സന്തോഷമായിട്ട് കൊടുത്താൽ അതൊരു നല്ലതായിരിക്കും. അത് എക്സലന്റ് ആയിരിക്കും. നമ്മളെ കുട്ടികളൊന്നും ഇപ്പൊ അവിടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നില്ല. അതിലല്ല കാര്യം. കലോത്സവം അവിടെ നടക്കുമ്പോ എക്സലന്റ് ട്യൂട്ടോറിയലിന്റെ അധ്യാപകൻ അവിടെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വന്നില്ലേ, അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് അന്തസ്സിൽ പറ്റണം. അത് പറ്റണം. അപ്പോ നമുക്ക് പായസം നല്ലൊരു പാലട പായസം അങ്ങനെ സുധിമാസിന്റെ അതിലങ്ങടെ ആയിക്കോട്ടെ. നമുക്ക് കടല പായസാക്കിയാലോ? കടല ഗ്യാസ് അല്ലേ പിള്ളേർക്ക് ഡാൻസ് കളിയുമ്പോ ഗ്യാസ്. അല്ല, അത് കളിക്കുമ്പോ അങ്ങ് പോവല്ലോ. കടല വെറൈറ്റിയാണ് സാധനം. അപ്പൊ പിന്നെ മ്യൂസിക്കും വേണ്ട കളിക്കുമ്പോ. കടലപ്പായസമെങ്കിൽ കടലപ്പായസം അത് മതി. പാലടയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കടല മതി. പക്ഷെ ഇപ്പൊ കടല ഇറങ്ങി കടല സന്തോഷത്തോടെ. അപ്പൊ സ്തുതി മാസത്തെ വകയായിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ. കടല പായസം ആയിക്കോട്ടെ. അങ്ങനെ കളി വലിയ പൈസ വരുവോളി? ഒരു 10,000 കുട്ടികളും പിന്നെ അധ്യാപകരെല്ലാം കൂടെ ഒരു 200-250 ഒരു ഏറിയ ഒരു 500-നകത്ത് അത്രേ ഉള്ളൂ. അത്രേ വരൂല്ലേ? അത്രേ ഉള്ളൂ. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് പായസങ്ങള് ഗ്ലാസ് കൊടുക്കണേ, ഇലയെ തന്നെ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, സുധി മാസത്തെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു പോയിന്റ് ഉണ്ടാവും. ഇലയിൽ തന്നെ കൊടുക്കണം മാസം. അത് തന്നെയാണ് എനിക്കും താല്പര്യം. ഒരു കാര്യം കൂടി ഉണ്ട്. ഇല ആവുമ്പോ അതിന് പായസം ഒഴിക്കുമ്പോ ബാക്കി സാധനങ്ങൾ ഒഞ്ഞെടുക്കാണ്. അപ്പൊ ഒരു പപ്പടം കൂടി ആയിരിക്കും അങ്ങനെ വെച്ചാൽ. പപ്പടം സാധനം ഒരു കാര്യല്ലേ, അതൊരു അന്തസാ. പപ്പടും പായസം അല്ലല്ലോ, പഴം പപ്പടും പായസം തന്നെ. അതാണ്. അതെ മാസേ, ഇത് പൊരിക്കും. പഴം പപ്പടം പായസം ചില്ലറ കാര്യമല്ല. ഇനിക്ക് അന്തസായി. ഇനി 4 ആൾക്കാരുടെ അടുത്തേക്ക് പറയാം. പപ്പടം, പഴം, ഇല, പായസം. സുധിമാഷ് എക്സലന്റ്. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം പറയാം. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ വെക്കുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി തരണം, ഒഴിവാക്കി തരണം. അന്ന് സ്കൂൾ തന്നെ വേണ്ടാന്ന് നോക്കാൻ. വേണ്ട. വെള്ളിയാഴ്ച ഉച്ചമൂലം അവധി കൊടുത്താൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കിടക്കണം. ഒക്കെ ഞങ്ങൾ ശരിയാക്കാം. നിങ്ങൾ മേടിക്കണ്ട. അപ്പൊ പഴം പപ്പടം പായസം ഇലയില്. എന്താ അവിടെ പെട്ടെന്ന് ഒരേ പോലെ വേണ്ടേ? എന്തിനാ കടുവർക്കും
ഒരാഴ്ചയില്ല. ചെണ്ട പോലത്തെ കോല് വീണ ഉത്സവപ്പറമ്പ് ഞെടുങ്ങണം. അച്ഛനെ ഒച്ചത്തിലാ കൊട്ടുന്നേ, ആശാൻ കേക്കാത്തോണ്ടാ. ആശാൻ കേൾക്കാത്തോണ്ടാണ് ഉത്സവപ്പറമ്പ് വന്ന കേൾക്കാത്തോണ്ടാണ്. എന്തിനെ ആശാൻ കൊട്ട്, അച്ഛന് കൊട്ട്. हुस्न तेरा तौबा 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 പഠിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഒച്ച കുറയ്ക്കോ, സൗണ്ട് ഇത്തിരി കുറയ്ക്കോ. അതെ, അവന് പഠിക്കാൻ പറ്റണില്ല നമ്മുടെ ശബ്ദം കാരണം. എന്നോ പറയുന്നേ, അവനെ പഠിക്കാൻ പറ്റുന്നില്ലാന്ന് ഒച്ച കാരണം. നമ്മളിവിടെ കൊട്ടണ ഒച്ച കാരണം പഠിക്കാൻ പറ്റണില്ലാന്ന്. ഒച്ച പോരാന്നാ ആശാനെ, അവന് പഠിക്കാൻ പറ്റില്ലെന്ന്. ആ ഒച്ചത് കൊട്ട്. എടാ അയാൾക്കോ ചെവിയേക്കൂല, വെറുതെ കൊട്ടുന്ന ആക്ഷൻ കാണിച്ചാ പോരെ. ഇവിടെ മനുഷ്യന് പഠിക്കാനുണ്ട്. എന്നോ പറയുന്നേ, അവനെ അവിടെ പഠിക്കാനുണ്ട്, അതാണ് നമ്മുടെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റണില്ലാന്ന്. എടാ നീ ഒന്നും പഠിക്കണ്ട, നീ പഠിച്ചിട്ടെന്താ വേണ്ടേ? നീ കൊണ്ടുവാ, ചണ്ട പഠിപ്പിച്ചരാ. അല്ലാണ്ട് എനിക്ക് പഠിക്കാൻ ഞങ്ങൾ ചണ്ടോട്ടാണ് എടുക്കാൻ പറ്റുക. കൊട്ടത് നിങ്ങൾ അവസാനത്തെ കൊട്ട കാണിച്ചേരട്ടോ. മതി, ഗണപതി കൂട്ടി മതിയേക്ക്. അതെ, ആശാൻ കുട്ടികളും പഠിപ്പിക്കണ്ട. ഇഷ്ടം പോലെ കുട്ടികളുണ്ടേ. അല്ല, ഈ പൈസ കുറച്ച് കൊടുത്താൽ മതിയല്ലോ അല്ലേ? എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതിയെന്ന് ആളൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ മതി. പിന്നെ ചെണ്ടയ്ക്ക് മൂപ്പരിയിരിക്കും, പക്ഷെ മിമിക്രിക്ക് നിർബന്ധിച്ച് നീ ഇരുത്തണം. അതിരുത്താം. പിന്നെ ചെറിയ ചെവിക്ക് ഒരു ചെറിയ പദമുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആള് സീനിയറാണ്, ഗംഭീര കലാകാരനാണേ. വീട്ടിൽ പോയി സാധകം ചെയ്യണം, നന്നായിട്ട് കൊട്ടി പഠിക്കണം. എന്നാലേ ഒച്ച വേണം. ഇങ്ങനെ എല്ലാം നീ ഒച്ച പോരാ കേട്ടാ, നല്ല ഒച്ചത്തിൽ കൊട്ടണം. ഓ അച്ഛനെ നമസ്കാരം. ആ ഇവിടെ എല്ലാം ഇവിടെ ഇരിക്കാം. അതിന്റെ കൊള്ളായിരിക്കുന്നു, ചന്തി വെക്കണ്ട അതിന്റെ കൊള്ള. അല്ല ഞാൻ പെട്ടെന്നേ പറഞ്ഞു. നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്കാരാണ് ഞങ്ങളെ. അപ്പൊ ആശാന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. ആശാനെ ആശാനെ മാഷേ, ഞങ്ങൾ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതലയുള്ളതാണേ. സ്കൂളിന്റെ ഉപജില്ലാ കലോത്സവം പറഞ്ഞാണല്ലോ. ഉപജില്ലാ കലോത്സവമായിട്ടുണ്ടല്ലോ നമ്മുടെ സ്കൂളിന്റെ. അമ്പലത്തിലുത്സവ? അമ്പലത്തിൽ ഉത്സവമല്ല, സ്കൂളിന്റെ ഉപജില്ലാ കലോത്സവം. പഞ്ചാരിമേള? പഞ്ചാരിമേള, ശർക്കര മേളം. സ്കൂൾ കലോത്സവം. ആ കഴിഞ്ഞ വർഷം